കണ്ടോ, അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള പാലക്കയം മെട്ടിലാണ് നിൽക്കുന്നത്. ഏകദേശം തളിപ്പറമ്പിൽ നിന്ന് 27 കിലോമീറ്ററാണ് ഇവിടെ വരെ വരാനുള്ളത്. ഇതുപോലെ ദൂരക്കാഴ്ചകളും ഒക്കെ കാണാനൊക്കെ ആയിട്ടായിരുന്നു. നേരത്തെ ഇവിടെ സിപ്പ് ലൈന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ DTPCയുടെ അണ്ടറിലേക്ക് മാറിയിരിക്കുകയാണ്. ഏകദേശം 10 വർഷത്തോളം ഇവിടെ ഈ പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഇപ്പോൾ DTPC ഏറ്റെടുത്തിട്ട് അത് 3 വർഷമായതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു മാറ്റങ്ങളൊക്കെ മുകളിൽ വരുമ്പോൾ കാണിച്ചു തരാം. ഉണ്ടോ, കയറി വരുന്ന എൻട്രൻസ് ആണത്. അപ്പോൾ ഇവിടെ കാറും പാർക്കിങ്ങും ഒക്കെ, കാർ പാർക്കിങ്ങും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് അഡൾട്ടിന് 35 രൂപ വെച്ചാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇപ്പോൾ DTPCയുടെ അണ്ടറിലാണല്ലോ. ഇവിടെ സിപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നിർത്തി. ഒരുപാട് തട്ടുതട്ട് കടകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നിർത്തിയായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഞാനിവിടെ കണ്ണൂർ പെങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ കാണാനായിട്ട് വന്നതാണ്. ഇവിടെ കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ. നമുക്കെന്നാലും ആ മുകളിലോട്ട് പോവാം. ഇവിടെയാണ് നമ്മൾ ഫീസൊക്കെ എടുക്കേണ്ടത്. ഇവിടെ QR കോഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ അഭിപ്രായം ഡയറക്റ്റ് ഗവൺമെൻറ്റിനെ അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിരിക്കുന്നതാണത്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം. ഇപ്പം മെയിൻ എൻട്രൻസിൽ നിന്ന് 700 മീറ്ററോളം തന്നെ ഉള്ളിലേക്ക് നടക്കാനുണ്ട്. ഇതാണ് പ്രൈവറ്റുകാരുടെ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന സിപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അതെല്ലാം നിശ്ചലമായിട്ട് കിടക്കുകയാണ്, ഇവർ അനുവദിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മനോഹരമായ ഒരു ടൂറിസം മേഖല കുറച്ചുകൂടെ ആക്റ്റീവാണ്. ഇപ്പോൾ ആൾ കുറവാണ്. അപ്പോൾ ആകെ ഇവിടെ ഒരു കട മാത്രമേ ഉള്ളൂ. നല്ല ആൾക്കാർ വന്നുകൊണ്ടിരുന്ന നല്ല ആൾക്കാർ വന്നുകൊണ്ടിരുന്നല്ലേ. അപ്പോൾ ഇതുകൊണ്ടോ, നല്ല നമുക്കൊരു എൻ്റർടൈൻ തരുന്ന രീതിയിലുള്ള നല്ല വഴികളൊക്കെയാണ്. കണ്ടോ, പാർക്ക് കഷ്ണങ്ങളും കൂട്ടങ്ങളും മലമുകളിലേക്ക് നടന്നു കയറുന്ന ഒരു. ഇപ്പോൾ പ്രൈവറ്റ് പാർട്ടി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഇത്ര നല്ല ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം സ്ട്രീറ്റ് ലൈറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ പപ്പ നമ്മുടെ കൂടെ ഉണ്ട് ഇവിടെ വന്നപ്പോൾ ഉള്ള. ഇവിടെ നേരത്തെ കടകളൊക്കെ ഉണ്ടായിരുന്നല്ലേ. മുകളിലെല്ലാം ഇങ്ങനെ മാടക്കടകൾ ഇഷ്ടം പടി ഉണ്ടായിരുന്നു. കഴിക്കാനുള്ള ഭക്ഷണം, സിനിമ വരെ കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ഇല്ല. ഇവിടെ മുഴുവൻ ബൾബ്, നിലത്തും കൂടെ ബൾബിട്ട് പല കളറിൽ ബൾബുകളുണ്ടായിരുന്നു. നല്ല സൗകര്യം ഉണ്ടെങ്കിലായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ശോകാവസ്ഥ കാണാനുള്ളത് കുറേ സീനറി. അപ്പോൾ എന്നാലും വന്നാലും നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. അവിടെ ഒരു കാഴ്ച കാണുന്ന കുറേ പേര് പോയിട്ടുണ്ടല്ലോ മുകളിലോട്ട്. അപ്പോൾ കുറച്ചും കയറി വന്നപ്പോൾ നമുക്ക് കാണാവുന്നതുണ്ടോ, ഇവിടെ നിന്ന് ദൂരക്കാഴ്ചകളൊക്കെ വൈകുന്നേരം ആസ്വദിക്കാനൊക്കെ ആയിട്ടാണ് ഇവിടെ ബെഞ്ച് കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടിരുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ വെയിലായതുകൊണ്ടാണ് താഴത്തേക്ക് നോക്കിയാൽ എന്ത് പച്ചപ്പാണെന്ന്. ഒരു മലയുടെ ടോപ്പിൽ നിന്ന് താഴത്തേക്കുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. ആ ഭാഗം എവിടെയാണോ അപ്പോൾ കാണുന്നത്? മണ്ഡലം ഭാഗമല്ലേ? അങ്ങനെ ഓരോ ടൗണ് കാണാം നേരിട്ട് കാണുമ്പോൾ. ഓക്കെ, മുമ്പോട്ട് പോവാം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടൽ വരെ കാണാമെന്ന് പറഞ്ഞാൽ കണ്ണൂരിൻ്റെ. ഇവിടെ വന്നാൽ സീനറിയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാം. അതല്ലാതെ ഇപ്പോൾ മറ്റുള്ള എൻ്റർടൈൻമെൻറ്റുകളില്ലാത്തതുകൊണ്ട് ഒരു നിശ്ചലാവസ്ഥ. എന്നാലും നമുക്ക് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ആണോ വൈകുന്നേരം. അപ്പോൾ ഇവർ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആളുകളൊക്കെ വരുമെന്നാണോ ഇപ്പോൾ പറയുന്നത്? കാരണം സൺസെറ്റ് കാണാമല്ലേ. ഓഹോ, കുറച്ച് നമ്മൾ നേരത്തെ ആയി പോകുന്നു തോന്നുന്നു അല്ലേ വന്നത്. ഇവിടെ എല്ലാം നല്ല സൂപ്പറാണല്ലോ. ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടും. സൂപ്പർ സൂപ്പർ. നല്ലൊരു വ്യൂ പോയിൻ്റ് ഒരു ഭംഗി. ഇതേ ഇവിടെയൊക്കെ ഇരുന്ന് ഇതേക്ക്. എൻ്റെ മോനെ എന്നാ സീനറി അതേ താഴത്തേക്ക്. എനിക്കോ ഈ പറവ നിന്ന് കൊള്ളാം കേട്ടോ. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് സൂര്യാസ്തമയം കാണണമെങ്കിൽ സൂര്യനോടെ കത്തി നിൽപ്പുണ്ട്. കുറച്ചുകൂടെ സമയം കഴിഞ്ഞായിരുന്നെങ്കിൽ ഇത് കറക്റ്റായിട്ട് കാണാമായിരുന്നു സൺസെറ്റ്. കൊള്ളാം. ഇവിടെയൊക്കെ റിസോർട്ടുകളൊക്കെ നിറയെ വരുന്നുണ്ട്.
പക്ഷെ എന്ത് റിസോർട്ട് വന്നാലും ഇവിടെ ഒരു ആളില്ലാതായ പോയില്ലേ. ഈ പറയൊക്കെ കയറി വരുമ്പോൾ ഒരുപാട് ബെഞ്ചുകളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അത് നമ്മൾ പ്രൈവറ്റുകാർ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ആ ബിസിനസ്സിനായിട്ടൊക്കെ കൊടുത്ത ഓരോ കച്ചവടത്തിനായിട്ട് കൊടുത്ത ഓരോരോ കടകളും ഹട്ടുകളൊക്കെ കാണാം. ഇപ്പോൾ ഇതെല്ലാം എന്തേണ്ടേ ഒരവസ്ഥ ഇത് കണ്ടോ, ഇങ്ങനെ മാറി മറിഞ്ഞു ഒന്നുമില്ലാണ്ടാക്കി കളഞ്ഞ പോലെ. അങ്ങോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ കയറി വന്നിട്ടുണ്ട്. എങ്ങോട്ടാണോ പോയത്? നമ്മൾ ടോപ്പിൽ എത്തി. ഓ കൊള്ളാം. മുകളിലേക്ക് ഇനിയും പോകണ്ട കേട്ടോ. അപ്പോൾ ശനിയും ഞായറുമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാർ വരുന്നത്. ഓ ഇവിടെ എല്ലാം ഔട്ട് പോസ്റ്റ് ഉണ്ട്. ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിലും അതുപോലെ ശനിയും ഞായറൊക്കെ ആളുകൾ വരുന്നത്. അപ്പോൾ നല്ല കൂട്ടമായിരിക്കും. ഇതാണ് അവിടെല്ലാം സുരക്ഷയ്ക്കായിട്ട് കമ്പി വേലി വെച്ചിട്ടുണ്ട്. അതൊക്കെ നേരത്തെ വെച്ചതായിരിക്കും. അപ്പോൾ ആ ടോപ്പിലോട്ടും ആൾക്കാർ പോകുന്നുണ്ട്. അവിടെ ആളുകൾ ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാം. ഇതാണ് 16D സിനിമ ഫിഷ് പായൊക്കെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം തുരുമ്പ് പിടിച്ച് കിടക്കുന്നു. ഇവിടുത്തെ ഷട്ടറൊക്കെ ഉണ്ട്. നല്ല മലയോര കാഴ്ചകളൊക്കെ ഇവിടെ നിന്നാൽ കാണാം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ വന്നപ്പോൾ ഒരവസ്ഥ, ഇവരൊക്കെ തട്ടി നടന്ന് കുറിച്ച് നോക്കിയാലേ തട്ടി വീഴും നന്നായിട്ട്. ഒരു 3 വർഷം കൊണ്ട് അതപ്പതിച്ച ഒരു കാര്യമാണത്. ഒരു ഏറ്റവും തിരക്കുള്ള കണ്ണൂർ ജില്ലയിലെ ഒരു തിരക്കുണ്ടായിരുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നത്. അപ്പോൾ അത് തീർത്തും പറ്റേ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. ഇവിടെ 16D സിനിമയുണ്ടല്ലോ. ഇവിടെ വെള്ളം കാര്യങ്ങൾ അറേഞ്ചിട്ടുണ്ടെന്നല്ലോ. എവിടെയും ഗാർഡുകൾ ഇരിപ്പുണ്ട്. സീറ്റുകളെല്ലാം കാലിയാണ്, ഒഴിഞ്ഞു കിടക്കുന്നു. നമ്മൾ ആദ്യം കണ്ട പൈതൽ മല ഇവിടെ കാണാം. ഇനി അപ്പുറത്തോട്ട് പോയിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം എങ്ങോട്ട് നോക്കിയാലും കാട് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ഇല്ല. ഒരു സീനറി ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ വരാം. അല്ലാത്ത പക്ഷം ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഗവൺമെൻറ് ഉത്തരവാദിത്തോടെ ഇവിടെ നിർത്തിപ്പോയ പല കാര്യങ്ങളും വീണ്ടും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബെറ്ററായിരുന്നു. 16D സിനിമാസും ഇവിടെ വന്ന് കൂട്ടമായിട്ടിരുന്ന് കാണുന്നതാണ് എല്ലാവരും. അതോടൊപ്പം തന്നെ സിപ്പ് ലൈൻ ഇങ്ങനെയെല്ലാം നമുക്ക് ആവശ്യമാണ്. പിന്നെ ഈ അപ്പോൾ പറഞ്ഞത് ഇതുണ്ട്, ഇതുപോലെ വൈകുന്നേരങ്ങളിലായ രാത്രി മൊത്തം ഇതുപോലെ ലൈറ്റ് മൊത്തം നല്ല പ്രകാശമായിരിക്കും, മല പോലെ കിടക്കുന്നത്. അതൊക്കെ ഇപ്പോൾ ഇല്ല. ഇതിൽ നടപ്പുവഴിയൊക്കെ ഒരുപാടുണ്ടല്ലേ. ഇവിടെ ഒരു മിനി തിയേറ്റർ പോലെ 16D സിനിമ ഇവിടെയാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത്. അതേ കുറച്ചുകൂടെ ഉള്ളിൽ പോകാമെന്ന് പറഞ്ഞു. നോക്കാം എന്താണ് അവിടെ ഉള്ളതെന്ന്. പാർക്കിൻ്റെ ഒരു പ്രതീതി ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ ഇപ്പോൾ എന്താ ആ മല പൈതൽ മലയല്ലേ? പൈതൽമല. പൈതൽ മലയുടെ ആ ഭാഗം ക്ലിയർ ആയിട്ട് കാണാമായിരിക്കും അല്ലേ ഇതിൽ. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. പക്ഷേ ഈ കാട്ടിലിരിക്കാനൊക്കെ ഉണ്ടോ സ്റ്റൂളുകളൊക്കെ? 5:30 കഴിയുമ്പോൾ വരുന്നുണ്ടല്ലോ. ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് വെച്ചിരുന്ന് കഴിക്കും. ഓ വർത്താനം പറഞ്ഞ് ഓക്കെ. ഒരു പാർക്കിൻ്റെ ഒരു പ്രതീതിയല്ലേ ഇതിനകത്ത്. അപ്പോൾ ഇനി മറ്റൊരു എൻട്രൻസ് ഉണ്ട് മഞ്ഞുമലയിൽ നിന്ന് വരുന്ന ഭാഗത്തു നിന്ന്. എന്നായാലും 35 രൂപ കൊടുത്ത് മൂഞ്ചി. അവിടെ ഒരു തേങ്ങായും ഇല്ല. ആൾക്കാർ വെറുതെ ഒന്ന് വിമർശിച്ചിട്ട് പോകുന്നത് കണ്ടില്ലേ. അപ്പോൾ എന്തായാലും ഇത്രയും പോയി. ഇതിലേക്ക് ചുമ്മാ നടന്ന് കാറ്റ് കൊണ്ടിട്ട് വരാം. ഇത് കുറേ കാടും മലയും കാണാമല്ലോ, അത് വേറൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷയായിരുന്നു ഇവിടെ മറ്റേ സിപ്പ് ലൈൻ എൻട്രൻസ്, അത് എൻട്രൻസിൽ നിന്നേ അതൊന്നുമില്ല. ഇവിടെ ഒരു എൻട്രൻസ്, ഇത് മഞ്ഞുമല സൈഡിൽ നിന്ന് വരുന്നവർക്ക് ഒന്ന് പാസ്സൊക്കെ എടുത്ത് കയറാനുള്ള എൻട്രൻസ്. നമ്മളപ്പുറത്തുനിന്ന് വന്ന ഏത് വഴിയായിരുന്നു? അപ്പം
അത് നമ്മൾ പിന്നെ മണ്ഡലത്തിൽ നിന്ന് മണ്ഡലത്തിൽ നിന്നുണ്ട്. അങ്ങനെ 2 എൻട്രൻസ്. എന്തായാലും കുറച്ചുകൂടെ പോയി നോക്കാം. ഇല്ല, അതിനപ്പുറം മലയൊന്നും കാണത്തില്ല. ഓ, ഗ്രൗണ്ടിൽ പോവാം. ചായ, കാപ്പി, എല്ലാം ഉണ്ട്. ഉണ്ടോ, എല്ലാം അടച്ചു പൂട്ടിച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി 35 രൂപ വാങ്ങിക്കും. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നല്ലോ. പോയി അയ്യോ, ഇത് പോകുന്നത് അട്ടർ വേസ്റ്റായിപ്പോയി. എന്നാലും ഞാൻ നമ്മുടെ ഇടുക്കിയിൽ ഈ പച്ചപ്പ് കാണാനാണെങ്കിൽ ഇടുക്കി തന്നെ നിന്നാൽ മതി. ഇതിലും പച്ചപ്പ് ഉണ്ടായിരുന്നു, ചുമ്മാ മല കയറി പോയാൽ മതി ഏതെങ്കിലും. പിന്നെ കപ്പിൾസിനൊക്കെ അവിടെ വന്ന് പഞ്ചാര അടിച്ചിരിക്കാൻ നല്ല ഇഷ്ടംപോലെ കാണും. പിന്നെ അതിൽ സമയം വെറുതെ കളയണ്ട, നമുക്ക് വേറെ എങ്ങോട്ടെല്ലാം പോകാം. നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതേട്ടോ, പൈതൽമലയുടെ മുകൾ ഭാഗം നമ്മൾ ആദ്യം കണ്ടത് ഒരു ഭാഗമാണ്. ഇത്രേ ഉള്ളൂ തൊട്ടടുത്തുള്ള. അതിവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണോ? അവിടെ ഇതേപോലെ പുൽമേട് മാത്രം, ഇത്ര സൗകര്യങ്ങളൊന്നുമില്ല അവിടെ. ഇല്ല, വെറുതെ കുറേ റിസോർട്ടുണ്ട്, കുറേ പിന്നെ കമ്പനി അടിച്ച് കിടക്കുന്നവർക്കും ടെൻ്റ് അടിച്ച് കിടക്കുന്നവർക്കും കഴിയാനുള്ള ഒരു സൗകര്യം മേഖല. വേറൊരു ഡെവലപ്മെൻറ്റും ഇല്ല. ഇല്ല. ഓക്കെ, 30 രൂപയുടെ കാറ്റ് കിട്ടും. 35 രൂപ മൂഞ്ചി. 35 രൂപ മൂഞ്ചി എന്നാണ് ഒരു ടൂറിസ്റ്റ് ചേച്ചി പറയുന്നത്. ഇവിടെ താഴേനെ നമ്മൾ കയറി വന്ന നഷ്ടം. 35 രൂപ നമ്മളത് പോയി, മൂഞ്ചിപ്പോയി. അത്രേ ഉള്ളൂ. ഈ സ്ഥലം ഓർത്ത് വെച്ചോ, പാലക്കയം തെട്ട് വെറും മൂഞ്ചിയ സ്ഥലമാണ് ഉള്ളത് പറയാം. കാരണം 35 രൂപ എൻട്രൻസിൽ പാസും മേടിച്ച് ഇങ്ങോട്ട് കയറുമ്പോൾ വെറും കാറ്റ് കൊള്ളാൻ വേണ്ടി മാത്രം. കാരണം ഇവിടെ സിപ്പ് ലൈൻസ് ഉണ്ടായിരുന്നു, കടകളുണ്ടായിരുന്നു, ഒന്നുമില്ല. എല്ലാം നശിപ്പിച്ച് നാരായണക്കല്ലാക്കി വെച്ചിരിക്കുന്നൊരു സ്ഥലം. ഇത് സർക്കാർ ഏറ്റെടുത്ത് നല്ല രീതിയിൽ തന്നെ ഇതിനെ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നല്ലൊരു എന്താ പറയുക, നല്ല രീതിയിലൊരു മാർക്കറ്റിംഗ് കിട്ടും. അതുപോലെ തന്നെ സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ധാരണമെന്ന് പറയട്ടെ, വെറും കാറ്റ് കൊള്ളാനും പറ്റും, കുറേ പോതപ്പുല്ല്, പഴയ വീട് മേയുന്ന പോതപ്പുല്ല് കാണാൻ പറ്റും. ഇതൊക്കെ പിന്നെ ഇവിടെ വന്നിരുന്ന് കുറേ നേരം സംസാരിക്കാൻ പറ്റും. അല്ലാതെ പുറത്തുനിന്ന് വരുന്നവർക്ക് യാതൊരുവിധ ഈ എൻ്റർടൈൻമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നിന്ന് കിട്ടത്തില്ല. അപ്പോൾ എന്താണെങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനിയെങ്കിലും ഇത് DTPC ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. 10 വർഷമായി ഇവിടെ ഈ ടൂറിസം മേഖല ആക്റ്റീവായിട്ട്. അന്ന് പ്രൈവറ്റുകാരിരുന്ന് അന്നേരം ഇവിടെ നല്ല ഭംഗിയായിരുന്നു, നല്ല രീതിയിലും ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇപ്പോൾ അതിദാരുണമെന്ന് പറയാം, എല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ്. ഞങ്ങളുടെ 2 പേരെ 70 രൂപ പോയിട്ട് ഞങ്ങളിങ്ങനെ ഊമ്പലും കഞ്ഞിന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനെ ഇവിടെ വന്നേക്കുന്നവരെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെന്തോന്ന് ചോദിക്കരും. പൈസയ്ക്ക് ചുമ്മാ കാലം കയറി പോരാനുള്ള സ്ഥലം ഇല്ലയെന്നും പറഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത്. കാരണം ഇത്ര. അപ്പോൾ എങ്ങനെയായിരുന്നു അപ്പോൾ മുമ്പുണ്ടായിരുന്നു ഇവിടെ? മുമ്പുണ്ടായെന്ന് പറഞ്ഞാൽ നല്ല പ്ലേസായിരുന്നു. പിള്ളേരെ കൊണ്ട് വന്നാൽ പിള്ളേർക്ക് മേടിച്ച് കൊടുക്കാനുള്ള സാധനങ്ങൾ, വുഡുകൾ, അതിനുള്ള സാധനങ്ങൾ, അതുപോലെ പിന്നെ ഇവിടെ പിന്നെ സഞ്ചരിക്കാനുള്ള ഊഞ്ഞാല് പോലുള്ള സൗകര്യങ്ങൾ അതെല്ലാം ഇവിടെ ലൈൻസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കയറി നമുക്ക് വർത്താനം പറയാനും നല്ല വിധ സൗകര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം കാട് പിടിച്ച് കിടക്കണം മൊത്തം. അപ്പം എങ്ങനെ ഒരു ആക്റ്റീവ് മേഖലയെ മുടിപ്പിക്കാന്നുള്ളതിന് കെട്ടിടങ്ങളും ബിസിനസ്സുകളായിരുന്നു. ഈ കാണുന്നതെല്ലാം ഇതൊക്കെ പിന്നെ ചതലരിച്ച് പോയാലോ തുരുമ്പിച്ച് കിടപ്പുണ്ട്. താഴെ വന്നപ്പോൾ ടോയ്ലറ്റും ഉണ്ട്, കിടക്കുന്നുണ്ടല്ലേ, തല്ലി പൊളിച്ചിട്ട്. ഒന്നുമില്ലാതെ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. നമ്മുടെ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് ഏറ്റെടുത്തതിൻ്റെയുള്ള ഗുണം നമുക്ക് നല്ല വരുമാനം കിട്ടുന്ന മേഖലയായിരുന്നു. ഈ നാട്ടുകാർക്കും നല്ല വികസനം ഉണ്ടാകുന്നൊരു മേഖലയായിരുന്നു. പക്ഷെ അത് നശിപ്പിച്ചു കളഞ്ഞു, കുളിപ്പിച്ചു. അത് വികസനം കാണണേ കണ്ടു, അടിപൊളിയാണ്. തുരുമ്പിച്ച് വൈകുന്നേരം ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ, വരുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ വരുന്നത് ഇവിടെ കാറ്റ് കൊള്ളാനും സംസാരിക്കാനും ഒരു വരുന്നത്. പക്ഷേ ആളും ടൂറിസ്റ്റോ അനക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ഭംഗിയായിട്ട് പോരുന്നുണ്ടോ. അത് ഇതിൽ നടന്നു പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നതേ ഇപ്പോഴാണ് ഞാനിത് കാണുന്നത് കേട്ടോ. അടിപൊളി. ഇതിപ്പോൾ അങ്ങോട്ട് കയറി കാണാനും പറ്റുമല്ലോ. കാട് കയറി പോങ്ങി അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാം ലോക്ക് ഇട്ടു. കാരണം അങ്ങ് വരെ പാലം, ആ ബ്രിഡ്ജ് ഉണ്ടാക്കി അതിൽ പലക വെച്ച് എന്നിട്ട് നടന്നു പോകുന്നതായിരുന്നു. ഇത് കാണാമോന്നറിയില്ല. ഇതിപ്പോൾ അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല, അടച്ചു വെച്ചേക്കുക, വേലി കെട്ടി വെച്ചേക്കുക. അതിദാരുണമായി പറ്റിക്കപ്പെട്ട് ഞങ്ങൾ പാലക്കയം തൊട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. 2 വീലർ പാർക്കിംഗ് ഫീസ് 20 രൂപ കണ്ടല്ലോ. അതോടൊപ്പം തന്നെ അതെ
DTPCയുടെ ബില്ല് 2 പേർക്ക് 70 രൂപ കണ്ട. അപ്പോൾ ഇനി ഇത്രയും മുടക്കിയിട്ട് നമ്മൾ കയറി വന്ന കാഴ്ചകളാണ് ഈ സാധനം. ഇതൊക്കെ ഉള്ളൂ, പാർക്കോ ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു കണ്ട. അപ്പം ഞാൻ ഇന്നലെ ഞങ്ങൾക്ക് സൂചിപ്പാറ വാട്ടർഫാൾസ് കാണിച്ചു, ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ളത്. അത് കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം പൈസ മേടിച്ചിട്ട് എത്രമാത്രം നീതി പുലർത്തുന്നെന്ന് ആ ഒരു വീഡിയോ കണ്ടാൽ അറിയാം. അത്രയും നീറ്റായിട്ട് അവിടെ അത്രയും പണിയുന്ന ഉദ്യോഗസ്ഥരെല്ലാം നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് അത്രയും ക്ലീനായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള സകല സെക്യൂരിറ്റിയും ഫെസിലിറ്റിയും ഒരുക്കിയേക്കുന്നത്. അതൊക്കെ നമിച്ചു പോകും ഇതൊക്കെ കാണുമ്പോൾ.